ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞങ്ങളിതിപ്പോൾ പൂയം കാണാൻ പോയിട്ട് വന്നിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് കുറച്ച് ചെമ്പരത്തി പൂ കിട്ടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫേസ് പാക്ക് ചെമ്പരത്തി പൂ വെച്ചിട്ടാണ് കേട്ടോ. നല്ല റിസൾട്ട് കിട്ടുന്ന പാക്കാണ്. ചെമ്പരത്തി പൂ കിട്ടുകയാണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാക്ക് എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ റിസൾട്ട് ഒറ്റ യൂസിൽ തന്നെ കാണാൻ പറ്റും. പിന്നെ ചെമ്പരത്തി പൂവിൻ്റെ ഗുണങ്ങളെ പറ്റിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇത് നമുക്ക് തലയിലേക്കായാലും വെള്ളം തിളപ്പിച്ച് കുടിക്കാനായാലും അതുപോലെ തന്നെ പീരീഡ്സ് വരുന്ന സമയത്ത് സഹിക്കാൻ പറ്റാത്ത വയറുവേദന വരികയാണെങ്കിൽ നമുക്ക് ഉലുവയുടെ ഒപ്പം ഉലുവ നമ്മൾ വയറുവേദനയ്ക്ക് ഉലുവ തിളപ്പിച്ച് കുടിക്കാറുണ്ട്. അതിൻ്റെ ഒപ്പം കല്യാണം കഴിയാത്ത കുട്ടികളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്പരത്തി പൂവും കൂടി ഇട്ടിട്ട് അതൊരു ഒറ്റക്ക സംഖ്യ പോലെ 3 എണ്ണം 5 എണ്ണം കേട്ടോ. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ അതും കൂടി തിളപ്പിച്ചിട്ട് കുടിക്കുകയാണെങ്കിൽ ആ വയറുവേദന പിടും തന്നെ നിൽക്കും കേട്ടോ. ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയോളൂ. കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നമുക്ക് ഉലുവ തിളപ്പിച്ച് കുടിക്കാം. അല്ലാത്തവരാണെങ്കിൽ കുട്ടികൾക്കാണെങ്കിൽ ചെമ്പരത്തി പൂവും കൂടിയിട്ട് തിളപ്പിച്ചിട്ട് ആ വെള്ളം കുടിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പാക്ക് തയ്യാറാക്കിയിട്ട് വരാം. ഇതിലോട്ട് നമുക്ക് ചെമ്പരത്തി പൂവ് വേണം. പിന്നെ 2 ഐറ്റം കൂടി മാത്രമേ വേണ്ടൂ. നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തയ്യാറാക്കിയിട്ട് ഓടി വരാം കേട്ടോ. എന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് പറഞ്ഞുതരാം എന്താ ചെയ്യണമെന്നുള്ളത്. ചെമ്പരത്തി പൂവ് നല്ലപോലെ കഴുകിയിട്ട് ഇതേപോലെ കേട്ടോ. അതിൻ്റെ പൂവ് ഇതൊക്കെ കളഞ്ഞിട്ട് ഇതളുകൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ. ഇതിൻ്റെ ഒപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. പിന്നെ തൈരും കൂടിയിട്ട് അരച്ച് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് അരിപ്പൊടിയാണ് കേട്ടോ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും കൂടി 3 കൂടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ പാക്ക് കേട്ടോ. അപ്പോൾ ഞാനത് അരച്ചിട്ട് കൂടി വരാം. അപ്പോൾ അതായത് നമ്മൾ ഇത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. പോയിക്കോ. അതിലോട്ട് നമ്മൾ അരിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി അരച്ചപ്പോൾ നല്ലൊരു പിങ്ക് കളറിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് ബാക്കിയുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചോളൂ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യുക, മുഖത്തിടുക. ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് നോക്കിയിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഇല്ലാത്തവർക്ക് ഒറ്റ പ്രാവശ്യം ചെയ്ത് നോക്കുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ നിങ്ങൾ തന്നെ ഇത്രയും നാളിത് അറിയാണ്ട് പോയല്ലോ എന്ന് വിചാരിക്കും കേട്ടോ. നമ്മുടെ വീട്ടിലെ മുറ്റത്തേക്ക് ഈ സാധനം ഉണ്ടായിട്ട് നമ്മൾ അറിയാണ്ട് പോയല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ വേഗം തന്നെ ഒരു 2-3 ചെമ്പരത്തി പൂവൊക്കെ കിട്ടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വന്നതാണ്. അപ്പോൾ മുഖം കഴുകി വന്നിട്ടുണ്ട്. നമ്മളിത് മുഖത്ത് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പം നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മുഖത്തിടാൻ പോവാണേ. അല്ല, കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ ലേശാരിപ്പൊടി കൂടുതൽ ചേർത്തോട്ടോ, കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ബാക്കി വരുമ്പോൾ നമ്മളത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക. ഡെയിലി നമുക്ക് ഇടാം കേട്ടോ. ഡെയിലി കേട്ടോ. ഇതൊക്കെ നമുക്ക് വീട്ടിൽ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റണം ഒരു പാക്കാണ്. ഞാനിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഇതിലൊക്കെ കമൻ്റൊക്കെ ഇടാറുള്ളതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നാൾ മുമ്പ് കണ്ടപ്പോൾ അവളുടെ മുഖമൊക്കെ വല്ലാണ്ട് ഡള്ളായിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആൾ വീഡിയോസ് കാണുന്നുണ്ട്, ചെയ്യാൻ മടി. അറിയാലോ, മടിയുള്ള നമ്മുടെ ചേച്ചിമാർക്കും അനിയത്തിമാർക്കൊക്കെ അറിയാമല്ലോ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതേപോലെ മടി. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ എല്ലാ വീഡിയോസും കാണുന്നുണ്ട്, നിനക്കതൊന്ന് ചെയ്യണോണ്ട് എന്താ കുഴപ്പം എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇന്ന് കണ്ടപ്പോൾ ഉണ്ട് എൻ്റെ അടുത്ത് ഓടി വന്നിട്ട് പറയാം, ചേച്ചി എൻ്റെ മുഖം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോൾ നല്ല കളർ വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല മുഖത്ത് നല്ല സ്കിന്നൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ സ്കിന്നൊക്കെ മറ്റേതൊക്കെ ഇങ്ങനെ ചുളിഞ്ഞിരിക്കുന്ന സ്കിന്നായിരുന്നു. അടിപൊളിയായിട്ടുണ്ട്. കണ്ടപ്പോൾ ഞാൻ എന്തൊരു ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഡെയിലി ഇപ്പോൾ ചേച്ചിയുടെ പാക്ക് കാണുന്നതൊക്കെ ഇടുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എല്ലാ ദിവസവും ഓരോ പാക്കുകളും ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഇട്ട് മുഖം കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. എന്തായാലും നമ്മൾ ഒരു കാര്യം പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷമുള്ള കാര്യമല്ലേ. ആളും ഹാപ്പി, ഞാനും ഹാപ്പി. അപ്പോൾ അതേപോലെ നിങ്ങളൊക്കെ പാക്ക് ഇട്ടിട്ട് എനിക്ക് കമൻ്റൊക്കെ ഇട്ട് കാണിച്ചു തന്നോളാം കേട്ടോ. നമ്മൾ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ ഇട്ട് ഒന്ന് വലിഞ്ഞതിന് ശേഷം രണ്ടാമത് നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് ഏത് പാക്കറ്റായാലും നമ്മൾ 2 പ്രാവശ്യം ഇട്ട് കൊടുക്കണം കേട്ടോ. നല്ലൊരു കുഴമ്പ് പരുവത്തിലായതുകൊണ്ട് നമുക്ക്
നല്ല സുഖമായിട്ട് നമ്മുടെ മുഖത്ത് ഇടാൻ പറ്റും. ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ നല്ലപോലെ മസാജ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇട്ട് കൊടുത്ത് ഒരു 20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ കഴുകി കളഞ്ഞാൽ നമ്മുടെ റിസൾട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാൻ പറ്റും കേട്ടോ. നമ്മളിതാ 20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മുഖത്ത് നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ ഉണങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാം അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് കേട്ടോ. നല്ല ഇപ്പം തന്നെ നമ്മൾ ആ പാക്ക് ഇടുമ്പോൾ തന്നെ നമ്മുടെ മുഖമൊക്കെ നല്ല റോസ് കളർ പോലെയൊക്കെ ആയിട്ടുണ്ടല്ലേ. ഇനി ഇതിൻ്റെ തുടച്ചുകൊണ്ട് കഴിയുമ്പോൾ ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ശരിക്കും കാണാം കേട്ടോ. ചെമ്പരത്തി പൂവൊക്കെ നമ്മൾ വെറുതെ താഴത്ത് കൊഴിഞ്ഞു പോണ സാധനങ്ങളാണ് അല്ലേ. അപ്പോൾ ഇത്രയും ഗുണം നമുക്ക് നമ്മുടെ മുഖത്ത് കിട്ടുമ്പം ഇതൊക്കെ ചെയ്തുകൂടെ. വെറുതെ കുറേ ക്രീമൊക്കെ മേടിച്ച് തേക്കുന്നവരെ ഞാനൊന്നും പറയണില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ സ്കിന്നൊക്കെ വളരെയധികം നാശമാവും കേട്ടോ. അത് ഞാൻ മുൻപേ പറയണു. നാച്ചുറലായിട്ടുള്ള പാക്കാണ് എപ്പോഴും നമുക്ക് നല്ലത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നാച്ചുറലായിട്ട് പാക്ക് സമയം കണ്ടെത്തി ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ചെയ്യണതിൻ്റെ കുറേ ആ ക്രീമുകളൊക്കെ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് കളറൊക്കെ വരും. പക്ഷേ കാലക്രമേണ നമ്മുടെ സ്കിന്നിന് വളരെയധികം ഡാമേജ് ആവും. പിന്നെ അത് നേരെയാക്കി എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. ചിലവരുടെ അതങ്ങനെ സ്കിന്ന് നാശമായി പോവും. ഇതൊക്കെയാണെങ്കിൽ നമുക്ക് കുറച്ച് താമസിച്ചിട്ടായാലും നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ ഈ നാച്ചുറലായിട്ടുള്ള പാക്കുകൾ ഇടുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇങ്ങനത്തെ പാക്കുകളൊക്കെ ഇടാൻ നോക്കിയോളൂ കേട്ടോ. കണ്ടോ, നിങ്ങൾക്ക് മനസ്സിലായി, നല്ല റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ചെമ്പരത്തി പൂവിൻ്റെ സ്കാഷൊക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ആരെങ്കിലുമൊക്കെ. ബ്ലഡ് വയ്ക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് കേട്ടോ. അത് കുറച്ച് പൂവ് എടുത്തിട്ട്, കുറച്ചധികം പൂവ് വേണം. കുറച്ചധികം പൂവ് എടുത്തിട്ട് അതിന് ഒറ്റക്കനെ ഉണ്ടാക്കൊന്നുമില്ല കേട്ടോ. എടുത്ത് നല്ലപോലെ തിളപ്പിച്ചിട്ട് അതിലോട്ട് നമ്മുടെ നാരങ്ങ നീരും കുറച്ച് പഞ്ചസാരയും പിന്നെ പൈനാപ്പിൾ എസൻസും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചാൽ നമ്മൾ ആവശ്യത്തിന് നമുക്ക് വെള്ളം ചേർത്ത് കുടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയാണ്. നമുക്ക് ബ്ലഡ് വയ്ക്കാനായിട്ട് വളരെ നല്ലതാണ് കേട്ടോ. ഞാൻ ചെമ്പരത്തിക്ക് പൂവൊക്കെ കിട്ടുമ്പോൾ അതുപോലെ ചെയ്യാറുണ്ട്. പിന്നെ മുടിക്ക് പാക്കുകളായിട്ട് നമ്മൾ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഇരുന്ന് ഇപ്പോൾ തുടച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒന്നും നമ്മുടെ മുഖത്ത് ചെയ്തിട്ടില്ല. കണ്ടപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണാൻ പറ്റും. വേറെ ഒന്നുമില്ല നമ്മുടെ മുഖത്ത്. കണ്ട അടിപൊളിയാണ്. നല്ല സ്പോഞ്ച് പോലെയൊക്കെ ആവട്ടെ നമ്മുടെ മുഖമൊക്കെ. അത് മസാജ് കൊടുക്കണതിൻ്റെയാണ് കേട്ടോ, അല്ലാണ്ട് പാക്ക് ഇട്ടതിൻ്റെ അല്ല. പാക്ക് ഇടുമ്പോൾ നമ്മുടെ മുഖം നല്ല ഗ്ലോയും നല്ലൊരു കളറൊക്കെ വെച്ച് വരും കേട്ടോ. പോരാത്തതിന് ചെമ്പരത്തി പൂവ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പാക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നലെ പിന്നെ നമ്മുടെ കഴുത്തിൻ്റെ കറുപ്പ് നിറം പോകാനുള്ള പാക്കൊക്കെ നമ്മൾ ഇട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല റിസൾട്ട് തന്നെയാണ്. അപ്പോൾ അതും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, ചെയ്ത് നോക്കുക കേട്ടോ. സ്റ്റെപ്പുകൾ കുറച്ചുണ്ടെങ്കിലും വീഡിയോ കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്പുകൾ ഉള്ളതുകൊണ്ടാണ് കേട്ടോ. വെറുതെ പാക്ക് മാത്രമാണെങ്കിൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ അത് സ്റ്റെപ്പായിട്ട് ചെയ്യണതുകൊണ്ടാണ് നമുക്ക് ഇത്തിരി ലെങ്ത്ത് പോയത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ കേട്ടോ. അപ്പോൾ ഇന്നത്തെ പാക്കും ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ എന്നോട് പറയാം കേട്ടോ. കമൻറ്റൊക്കെ ഇട്ടോളൂ കേട്ടോ. നിങ്ങളുടെ കമൻറ്റൊക്കെ ഇടുമ്പോഴാണ് വീഡിയോ പുതിയതൊക്കെ ചെയ്യാനൊക്കെ ആയിട്ടുള്ള താല്പര്യമൊക്കെ ഉണ്ടാവുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.